Hello, my dear students. Welcome back to ISAC's Physics Classroom. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കൺസെപ്റ്റ് നമ്മുടെ ലാസ്റ്റ് വീഡിയോയിലായിട്ട് കുറെ ആയിട്ട് പറയുന്ന കാര്യമാണ്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കൺസെപ്റ്റ് ആണ് ഡയമെൻഷൻ. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡയമെൻഷൻ അനാലിസിസ്. ഡയമെൻഷൻ അനാലിസിസിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് എല്ലാവർക്കും സിസ്റ്റം ഇന്റർനാഷണൽ SI യൂണിറ്റ് അറിയുന്നതാണ്. 7 ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ഉണ്ട്, 2 സപ്ലിമെന്ററി യൂണിറ്റ്സും ഉണ്ട്. 7 ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്ന് പറയുമ്പോൾ ലെങ്ത്, മാസ്, ടൈം, ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ലൂമിനസ് ഇന്റൻസിറ്റി, ഇലക്ട്രിക് കറന്റ്. ഇതാണ് 7 ഫണ്ടമെന്റൽ യൂണിറ്റ്സ്. ഇതിന്റെ യൂണിറ്റ് നമുക്കറിയാം. ലെങ്ത് എന്ന് പറയുന്നത് മീറ്റർ ആണ്, കിലോഗ്രാം മാസിന്റെ യൂണിറ്റ് ആണ്, സെക്കൻഡ് ടൈമിന്റെ യൂണിറ്റ് ആണ്, ഇലക്ട്രിക് കറന്റ് യൂണിറ്റ് ആംപിയർ ആണ്, ടെമ്പറേച്ചർ യൂണിറ്റ് കെൽവിൻ ആണ്, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോൾ ആണ്, ലൂമിനസ് ഇന്റൻസിറ്റി കാൻഡില ആണ്, പ്ലെയിൻ ആംഗിൾ, സോളിഡ് ആംഗിൾ. ഇതാണ് 2 സപ്ലിമെന്ററി യൂണിറ്റ്സ്. അപ്പൊ ഈ ഫണ്ടമെന്റൽ യൂണിറ്റ്സിന്റെ SI യൂണിറ്റ്സ് നമ്മൾ ലെങ്ത്തിന്റെ ഒക്കെ നോക്കി. ഇനി ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി, ഫോർ എക്സാമ്പിൾ ഏരിയ. ഏരിയ എന്ന് പറയുന്നത് ഡിറൈവ്ഡ് ആണ്, കാരണം ലെങ്ത്തും ബ്രെഡ്ത്തും 2 ഫണ്ടമെന്റൽ ആണ്. ഈ 2 ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വെച്ചാണ് നമ്മൾ ഏരിയ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ ഏരിയ യൂണിറ്റ് മീറ്റർ സ്ക്വയർ. വോളിയം ആകുമ്പോൾ നമുക്കറിയാം ലെങ്ത്തിന്റെ ബ്രെഡ്ത്തിന്റെ തിക്നെസ്, അപ്പൊ മീറ്റർ ക്യൂബ്. അപ്പൊ ഇവിടെ നമ്മൾ എല്ലാ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിനെയും SI യൂണിറ്റിലെ യൂണിറ്റുകൾ വെച്ച് പറയാൻ കഴിയും. ഫോർ എക്സാമ്പിൾ ഫോഴ്സ്. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ ആണ്. ഈ ന്യൂട്ടൺ എന്ന യൂണിറ്റിന് പകരം നമുക്ക് എങ്ങനെയും പറയാം കിലോഗ്രാം മീറ്റർ സെക്കൻഡ് റേസ് ടു -2 എന്ന് പറയുന്നത് ന്യൂട്ടൺ ആണ്. അപ്പൊ കിലോഗ്രാം മീറ്റർ സെക്കൻഡ് റേസ് ടു -2 എന്ന് പറയുമ്പോൾ ഒരു ഗുണം എന്താകും? അതായത് ഫോഴ്സ് എന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി കിലോഗ്രാം മാസിനെ ഡിപെൻഡ് ചെയ്യുന്നുണ്ട്, ദെൻ ടൈമിനെ ഡിപെൻഡ് ചെയ്യുന്നുണ്ട്, ദെൻ ലെങ്ത് ഡിപെൻഡ് ചെയ്യുന്നുണ്ട്. ഒരു ഐഡിയ അത് എത്രമാത്രം ഡിപെൻഡ് ചെയ്യുന്നു എന്നൊരു ഐഡിയ നമുക്ക് കിട്ടണം. ഈ ഒരു റീസൺ കൊണ്ടാണ് നമ്മൾ എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റിക്കും ഒരു ഡയമെൻഷൻ സ്കെച്ച് കൊടുക്കുന്നത്. അതായത് ഇതൊരു മീനിങ് ആണ്. അതായത് നമ്മൾ MLT മാസ്, ലെങ്ത്, ടൈം, അല്ലെങ്കിൽ മാസിന് M കൊടുക്കും, ലെങ്ത്തിന് L കൊടുക്കും, ടൈമിന് T കൊടുക്കും. അപ്പൊ എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റിയും MLT വെച്ച് പറയുമ്പോൾ ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റിയിൽ എത്രമാത്രം മാസ് ഡിപെൻഡൻസി ഉണ്ട്, എത്രമാത്രം ലെങ്ത് ഉണ്ട്, എത്രമാത്രം ടൈം ഉണ്ടെന്ന് കാണാൻ പറ്റും. അതാണ് ആക്ച്വലി ഡയമെൻഷൻ അനാലിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ഡയമെൻഷൻസ് ഉണ്ട്. അതായത് മാസിനുണ്ട്, ലെങ്ത്തിന്, ടൈമിന്, ഈവൻ ഇലക്ട്രിക് കറന്റ് ഉണ്ട്, ടെമ്പറേച്ചർ, എല്ലാത്തിനും ഉണ്ട്. പക്ഷെ മോസ്റ്റ്ലി നമ്മൾ എക്സാമ്പിളിന് വരുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ 3 മാസ്, ലെങ്ത്, ടൈം. അതായത് മാസിന് M എന്ന് പറയും, ലെങ്ത്തിന് L എന്ന് പറയാം, ടൈമിന്റെ ഡയമെൻഷൻ T ആണ്. അതേപോലെ ഇലക്ട്രിക് കറന്റ് ആംപിയർ A എന്ന് പറയും, ദെൻ ടെമ്പറേച്ചർ കെൽവിൻ K. ഇതാണ് മോസ്റ്റ്ലി ഉപയോഗിക്കുക. ദെൻ CD മോളും അതിന്റെ ഡയമെൻഷൻസ് ഉണ്ട്. പക്ഷെ ഇത് 3 ഏറ്റവും MLT ആണ് കൂടുതൽ വരും. അപ്പൊ ഇനി നമ്മൾ ഡയമെൻഷൻസ് എങ്ങനെയാണ് കാണുക എന്നാണ് ആദ്യം പറയാൻ പോകുന്നത്. അതിന് കാരണം നിങ്ങൾ NCERT ടെക്സ്റ്റ് ബുക്സ് പേജ് പാർട്ട് 1 പേജ് നമ്പർ 214 to 218 നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് പഠിക്കാൻ 94 ഡയമെൻഷൻസ് ഉണ്ട്. അതായത് ഒന്നാമത്തെ ഡയമെൻഷൻ ഏരിയ L² മുതൽ 94ാമത്തെ ഡയമെൻഷൻ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ML² T⁻³ A⁻² വരെയുള്ള 94 ഡയമെൻഷൻസ് പഠിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അതേപോലെ തന്നെ നമ്മൾ കുറച്ച് ഡയമെൻഷൻ പഠിച്ചു എന്ന് വിചാരിക്കും. ഇത് എക്സാമിലേക്ക് പോകുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂസ്ഡ് ആയിക്കഴിഞ്ഞാൽ, ബൈഹാർട്ട് കൺഫ്യൂസ്ഡ് ആയിക്കഴിഞ്ഞാൽ ഈ ഡയമെൻഷൻസ് എങ്ങനെയാണ് കിട്ടിയത് നമുക്ക് അറിഞ്ഞാൽ എളുപ്പമാണ്. ഫോർ എക്സാമ്പിൾ വർക്കിന്റെ ഡയമെൻഷൻസ് പെട്ടെന്ന് മറന്നുപോയി. അപ്പൊ നമ്മൾ എങ്ങനെയാണ് വർക്ക് ഡയമെൻഷൻ കണ്ടുപിടിച്ചെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും. പ്രത്യേകം ശ്രദ്ധിക്കണം, ഡയമെൻഷൻസ് ഒക്കെ ബൈഹാർട്ട് ചെയ്യണം. എക്സാമിന് ചെയ്ത് നോക്കാൻ സമയം ഉണ്ടാവില്ല. ബട്ട് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എക്സാമിനേഷൻ അത് മറന്നു പോയിക്കുകയും ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഡയമെൻഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റി എങ്ങനെയാണ് ഡയമെൻഷൻ വന്ന് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് 94 ഡയമെൻഷൻസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ആവശ്യമുള്ള വളരെ ഫണ്ടമെന്റൽ ആയ ഒരു 50 or 60 ഡയമെൻഷൻസ് മാത്രം നമ്മൾ പഠിക്കുന്നു. പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഓരോ ചാപ്റ്റർ വരുമ്പോൾ പുതിയ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വരുമ്പോൾ അപ്പൊ ആ ഡയമെൻഷൻസ് കൂടി പഠിക്കാം. അപ്പോൾ ഈ ബോർഡ് എക്സാമിനേഷൻ ആകുമ്പോഴേക്കും നമുക്ക് ഒരുപാട് ഡയമെൻഷൻസ് അറിഞ്ഞിരിക്കും. അപ്പൊ ഇപ്പൊ ഫോർ ടൈം ബീയിങ് നമുക്ക് ചെയ്യാനുള്ള പ്രോബ്ലത്തിന് വേണ്ടിയിട്ട് നമ്മൾ 16 ഡയമെൻഷൻസ് ആണ് നിങ്ങൾ പഠിക്കുന്നത്. അതിലെല്ലാം MLT മാത്രമേ വരുന്നുള്ളൂ. മനസ്സിലാക്കണം, MLT മാത്രമല്ല ഡയമെൻഷൻ, ഈ 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിക്കും ഡയമെൻഷൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കണം. അതിൽ MLT കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഇലക്ട്രിക് കറന്റ് ആംപിയർ ആണ്, ദെൻ കെൽവിൻ K ആണ്, ദെൻ മോൾ, MOL, CD കാൻഡിലേക്ക് വരുന്ന ഡയമെൻഷൻസ് വരുന്നത്. പക്ഷെ മോസ്റ്റ്ലി എക്സാംസ് ഈ ഒരു MLT ആണ് കൂടുതലായിട്ട് വന്നു കണ്ടിരിക്കുന്നത്. എൻട്രൻസിനാകുമ്പോൾ ടെമ്പറേച്ചറും അതുപോലെ തന്നെ എന്താണ് ആംപിയറും വന്നിട്ടുണ്ട്. കാൻഡിലും മോളും അങ്ങനെ കണ്ടിട്ടില്ല. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൽ നമ്മൾ MLT സ്റ്റിക്ക് ഓൺ ചെയ്യണം. അപ്പോൾ പ്രോബ്ലംസ് ഡയമെൻഷൻസിന്റെ പ്രോബ്ലം ചെയ്യണമെങ്കിൽ ആദ്യം എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ ഡയമെൻഷൻ അറിഞ്ഞിരിക്കണം. കാരണം ഡയമെൻഷൻസ് ഉപയോഗിച്ച് കുറെ കാര്യങ്ങൾ ചെയ്യില്ല. അതാണ് ആക്ച്വലി എക്സാമിൽ ചോദിക്കുക. പക്ഷെ ഡയമെൻഷനിലേക്ക് പോകുന്നതിന് മുന്നേ, ഡയമെൻഷന്റെ പ്രോബ്ലം ചെയ്യുന്നതിന് മുന്നേ ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റിക്കും എന്താണ് ഡയമെൻഷൻ എന്ന് അറിഞ്ഞിരിക്കണം. എങ്കിലേ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ ആ ഒരു കാരണത്താൽ
നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് നമ്മൾ എടുക്കും, അതിന്റെ യൂണിറ്റ് നോക്കും, ആ യൂണിറ്റ് പ്രകാരം എങ്ങനെയാണ് ഡയമെൻഷൻ എഴുതാമെന്ന് നോക്കും. അതാണ് നമുക്ക് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. സോ ഫസ്റ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റി മാസ്. മാസിന്റെ യൂണിറ്റ് നമുക്കറിയാം കിലോഗ്രാം. സെക്കൻഡ് വൺ ലെങ്ത്. ലെങ്ത്തിന്റെ യൂണിറ്റ് മീറ്റർ. Then third one time. Time യൂണിറ്റ് സെക്കൻഡ്. Then fourth one ഏരിയ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ലെങ്ത്തിന്റെ യൂണിറ്റ് മീറ്റർ ആണ്, ബ്രെഡ്ത്തിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. മീറ്റർ ഇൻറ്റു മീറ്റർ, മീറ്റർ സ്ക്വയർ. നെക്സ്റ്റ് വൺ വോളിയം. വോളിയം ആകുമ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു തിക്നെസ്. സോ മീറ്റർ ഇൻറ്റു മീറ്റർ ഇൻറ്റു മീറ്റർ, സോ ഇറ്റ് ഈസ് മീറ്റർ ക്യൂബ്. അപ്പൊ ഇതെന്താ ചെയ്യുന്നത് ലാസ്റ്റ് പറയാം. ഓരോ ഫിസിക്കൽ യൂണിറ്റ് നോക്കാം. യൂണിറ്റ് നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എല്ലാ യൂണിറ്റും മീറ്റർ സെക്കൻഡ് കിലോഗ്രാം എന്ന് വെച്ചിട്ട് എഴുതുന്നത്. ക്ലിയർ? അതായത് നമ്മൾ ഓൾറെഡി ഫോഴ്സ് യൂണിറ്റ് ന്യൂട്ടൺ എന്ന് പറഞ്ഞു, നമ്മൾ ന്യൂട്ടൺ എഴുതില്ല, കിലോഗ്രാം മീറ്റർ സെക്കൻഡ് -2 എന്ന് എഴുതുക. അത് എന്തിനാണ് നമുക്ക് ലാസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. വോളിയം കിട്ടിക്കഴിഞ്ഞു. നെക്സ്റ്റ് മാസ് ഡെൻസിറ്റി. റോ. റോ എന്ന് പറഞ്ഞാൽ മാസ് പെർ വോളിയം ആണ്. കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. മീറ്റർ ക്യൂബ് മേലെ പോകുമ്പോൾ -3 ആവും. അപ്പൊ kg മീറ്റർ റേസ് ടു -3, കിലോഗ്രാം മീറ്റർ റേസ് ടു -3. സ്പീഡ് ആൻഡ് വെലോസിറ്റി. സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്, വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. സ്പീഡ് സ്കെയിലാണ്, വെലോസിറ്റി വെക്ടർ ആണ്. പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെ കൺഫ്യൂസ്ഡ് ആവേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം ഡിസ്റ്റൻസ് ആയാലും ഡിസ്പ്ലേസ്മെന്റ് ആയാലും യൂണിറ്റ് എന്താണ്? മീറ്റർ ആണ്. അപ്പൊ സ്പീഡ് ആൻഡ് വെലോസിറ്റി ഒരുമിച്ച് ഡിസ്കസ് ചെയ്യാറ്. അപ്പൊ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം, മീറ്റർ പെർ സെക്കൻഡ്. സെക്കൻഡ് മേലേക്ക് പോകുമ്പോൾ സെക്കൻഡ് റേസ് ടു -1 ആവും. അതേപോലെ വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്ന് പറഞ്ഞാൽ മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ സെക്കൻഡ് മേലെ പോകുമ്പോൾ m(s)(-1) ആണ്. അപ്പോൾ വെലോസിറ്റിയും കഴിഞ്ഞു, സ്പീഡും കഴിഞ്ഞു. നെക്സ്റ്റ് ആക്സലറേഷൻ. ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആണ്. വെലോസിറ്റി കോർഡിനേറ്റ് കിട്ടിയിട്ടുണ്ട് മീറ്റർ സെക്കൻഡ് റേസ് ടു -1 ഡിവൈഡഡ് ബൈ സെക്കൻഡ്. അപ്പോൾ ഒരു സെക്കൻഡ് മേലെ പോകുമ്പോൾ സെക്കൻഡ് റേസ് ടു -1 ഇൻറ്റു സെക്കൻഡ് റേസ് ടു -1. അപ്പൊ എന്താ? മീറ്റർ സെക്കൻഡ് റേസ് ടു -2. നെക്സ്റ്റ് വൺ ഫോഴ്സ്. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ആക്സലറേഷൻ ആണ്. അപ്പൊ മാസ് എന്ന് പറഞ്ഞാൽ കിലോഗ്രാം ആണ്, ആക്സലറേഷൻ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മീറ്റർ സെക്കൻഡ് റേസ് ടു -2. അപ്പൊ ഫോഴ്സ് എന്തായി? കിലോഗ്രാം മീറ്റർ സെക്കൻഡ് റേസ് ടു -2. പക്ഷെ ന്യൂട്ടൺ ആണ്. ഇപ്പൊ ഇങ്ങനെ എഴുതുക, കാരണം ഡയമെൻഷൻസ് കണ്ടുപിടിക്കാൻ നമുക്ക് ഇതാണ് ആവശ്യം. നെക്സ്റ്റ് വൺ മൊമെന്റം. മൊമെന്റം എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു വെലോസിറ്റി. അപ്പൊ രണ്ട് നമുക്ക് ഓൾറെഡി കിട്ടിയ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ്. മാസ് എന്ന് പറഞ്ഞാൽ കിലോഗ്രാം ആണ്, വെലോസിറ്റി എന്ന് പറയുന്നത് മീറ്റർ സെക്കൻഡ് റേസ് ടു -1. അപ്പൊ മൊമെന്റത്തിന്റെ യൂണിറ്റ് എന്തായി? കിലോഗ്രാം മീറ്റർ സെക്കൻഡ് റേസ് ടു -1. നെക്സ്റ്റ് ഇമ്പൾസ്. ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ടൈം. ഫോഴ്സ് ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ട്, കിലോഗ്രാം മീറ്റർ സെക്കൻഡ് റേസ് ടു -2 ഇൻറ്റു ടൈം. ടൈം മീൻസ് വീണ്ടും സെക്കൻഡ്. അപ്പോൾ കിലോഗ്രാം മീറ്റർ സെക്കൻഡ് റേസ് ടു -2 ഇൻറ്റു സെക്കൻഡ്. ദാറ്റ് ഈസ് കിലോഗ്രാം മീറ്റർ സെക്കൻഡ് റേസ് ടു -1. ഇനി ഇത് ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റി ആക്ച്വലി എന്താണെന്നൊക്കെ പറയണം, ഇത് ലാസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇമ്പൾസ് വരും. നെക്സ്റ്റ് വർക്ക്. വർക്ക് എന്ന് പറഞ്ഞാൽ F.ds. അപ്പോൾ നമുക്ക് പറയാം ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഫോഴ്സ് നമുക്കറിയാം കിലോഗ്രാം മീറ്റർ സെക്കൻഡ് റേസ് ടു -2 ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് അഗൈൻ മീറ്റർ. അപ്പോൾ കിലോഗ്രാം മീറ്റർ സ്ക്വയർ സെക്കൻഡ് റേസ് ടു -2. Then എനർജി. എനർജി നമുക്ക് കൈനറ്റിക് എനർജി ഹാഫ് mv സ്ക്വയർ അറിയാം, പൊട്ടൻഷ്യൽ എനർജി mgh അറിയാം. ഏത് ഇക്വേഷൻ എടുത്താലും ഒന്ന് തന്നെ വരും. m എന്ന് പറഞ്ഞാൽ കിലോഗ്രാം, g എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്നാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയിക്കോട്ടെ, ആക്സിലറേഷൻ ഡ്യൂ ടു ബസ് ആയിക്കോട്ടെ, ആക്സിലറേഷൻ ഡ്യൂ ടു ഇലക്ട്രോൺ ആയിക്കോട്ടെ, എന്ത് ആക്സിലറേഷൻ ആയിക്കോട്ടെ m(s)(-2) ആണ്. ആംഗുലർ ആക്സിലറേഷൻ ഒഴികെ. ആംഗുലർ ആക്സിലറേഷൻ m(s)(-2) അല്ല. ഇവിടെ നമുക്ക് g എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. അപ്പൊ നമുക്കറിയാം മാസിന് kg കൊടുത്തു, ജിക്ക് m(s)(-2). Then h again മീറ്റർ. അപ്പൊ എല്ലാം കൂടി ഒരുമിച്ച് എഴുതുമ്പോൾ കിലോഗ്രാം മീറ്റർ സ്ക്വയർ സെക്കൻഡ് റേസ് ടു -2. അപ്പൊ എനർജി ആയി കഴിഞ്ഞു. ഇനി പവർ. പവർ എന്ന് പറഞ്ഞാൽ വർക്ക് ബൈ ടൈം ആണ്. അപ്പൊ വർക്ക് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്, കിലോഗ്രാം മീറ്റർ സ്ക്വയർ സെക്കൻഡ് റേസ് ടു -2 ഡിവൈഡഡ് ബൈ ടൈം എന്ന് പറയുന്നത് സെക്കൻഡ് ആണ്. സെക്കൻഡ് മേലെ പോകുമ്പോൾ എന്താണ്? കിലോഗ്രാം മീറ്റർ സ്ക്വയർ സെക്കൻഡ് റേസ് ടു -3. അതാണ് പവർ. നെക്സ്റ്റ് പ്രഷർ. പ്രഷർ മീൻസ് ഫോഴ്സ് ബൈ ഏരിയ. ഫോഴ്സ് നമുക്കറിയാം കിലോഗ്രാം മീറ്റർ സെക്കൻഡ് റേസ് ടു -2 ഡിവൈഡഡ് ഏരിയ എന്ന് പറയുന്നത് മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ മീറ്റർ സ്ക്വയർ കട്ട് ചെയ്താൽ ഒരു മീറ്റർ താഴെ വരും, ആ മീറ്റർ മേലെ പോകുമ്പോൾ കിലോഗ്രാം മീറ്റർ റേസ് ടു -1 സെക്കൻഡ് റേസ് ടു -2. ഫ്രീക്വൻസി മീൻസ് 1/t, സോ 1/s, സോ സെക്കൻഡ് റേസ് ടു -1. അപ്പൊ ഏകദേശം 16 ഫിസിക്കൽ ക്വാണ്ടിറ്റി യൂണിറ്റ്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ യൂണിറ്റ് വെച്ചുകൊണ്ട് ഡയമെൻഷൻസ് കണ്ടുപിടിക്കാൻ പോകും. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് എന്തിനാണ് ചെയ്യുന്നത്? ഇതിനെ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. ബട്ട് പെട്ടെന്ന് പ്രഷറിന്റെ ഡയമെൻഷൻ മറന്നു പോകണം, അല്ല ഫോഴ്സിന് മറന്നു പോയി കഴിഞ്ഞാൽ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ ഇത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെക്ക് ചെയ്യാനും അല്ലെങ്കിൽ എന്താണ് കണ്ടുപിടിക്കാനും കഴിയും. ആ ഒരൊറ്റ കാരണത്തോടു കൂടി അതോടൊപ്പം തന്നെ ഇതൊക്കെ എങ്ങനെ വന്നു എന്ന് അറിയണ്ടേ, ആ ഒരു കാരണം കൊണ്ടാണ് നമ്മൾ ഇത് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്ത്. പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ഇതിന്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് എന്താ ആവശ്യം? എന്താണ് ഫോഴ്സ്? m(d)(-2), എന്താണ് എനർജി? m(s)(d)(-2). ഇങ്ങനെ അറിഞ്ഞാൽ മതി.
അല്ലാതെ ഇത് എങ്ങനെ വന്നു എന്ന് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. പക്ഷെ വന്നു എന്നാണ് കുറച്ചുകൂടി നല്ലതാണ്. അതുകൊണ്ടാണ് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാനുണ്ടാവും. ഇനി നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യമുള്ളൂ. എന്താ ചെയ്യേണ്ടത്? ഇത്രയേ ഉള്ളൂ. അതായത് മാസിന്റെ ഡയമെൻഷൻ എം ആണ്. അതായത് മാസിന്റെ ഡയമെൻഷൻ എം ആണ്. അതിനർത്ഥം കിലോഗ്രാം ഒക്കെ എം ആയിട്ട് മാറണം. മാസിന്റെ ഡയമെൻഷൻ എം ആണ്. ദാറ്റ് ഈസ് കിലോഗ്രാം എവിടേക്കുണ്ടോ അതൊക്കെ എം ആയിട്ട് മാറണം. ലെങ്ത്തിന്റെ ഡയമെൻഷൻ എൽ ആണ്. അതായത് മീറ്റർ എവിടേക്കുണ്ടോ അതൊക്കെ എൽ ആയിട്ട് മാറണം. ടൈമിന്റെ ഡയമെൻഷൻ ടി ആണ്. അതിനർത്ഥം എസ് എവിടേക്കുണ്ടോ അതൊക്കെ ടി ആണ്. ശ്രദ്ധിക്കാൻ കൺഫ്യൂസ്ഡ് ആവും. എം പോയിട്ട് എം ആക്കരുത്. എം എന്ന് പറയുന്നത് മീറ്റർ ആണ്, അത് പോട്ടത് എൽ ആണ്. അതായത് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. മാസ് എന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ എം ആണ്. അതായത് കിലോഗ്രാം ആണ് യൂണിറ്റ്. ആ കിലോഗ്രാം ഒക്കെ എന്താക്കി എഴുതണം? എം ആക്കി എഴുതണം. അതേപോലെ തന്നെ ലെങ്ത്തിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. അപ്പൊ എം മീറ്റർ എല്ലാം പോയിട്ട് എൽ ആവും. അതായത് എല്ലാവും കാരണം ലെങ്ത്തിന്റെ ഡയമെൻഷൻ എൽ ആണ്. അതേപോലെ തന്നെ ടൈമിന്റെ ഡയമെൻഷൻ ടി ആണ്. അതിനർത്ഥം ഇത്രയേ ഉള്ളൂ. കെ ജി ഗോസ് ടു എം ആവും. അതുപോലെ തന്നെ എം ഗോസ് ടു എൽ ആവും. എസ് ഗോസ് ടു ടി ആവും. അപ്പൊ ഇതുവരെ എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റിയും നോക്കിയാൽ അറിയാം, എല്ലാത്തിനും കെ ജി എം എസ് എ ഉള്ളൂ. ആ കെ ജിന്റെ ഭാഗത്ത് എം ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ എമ്മിന്റെ ഭാഗത്ത് എൽ ഇട്ട് കൊടുക്കുക. എസിന്റെ ഭാഗത്ത് എന്ത് ചെയ്യുക? ടി ഇട്ട് കൊടുക്കുക. എം എൽ ടി എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്റേഴ്സിന്റെ എഴുതണം. അപ്പൊ അതാണ് ചെയ്യുന്നത്. നമുക്ക് ഇനി യൂണിറ്റ്സ് ഒക്കെ ഡയമെൻഷനിലേക്ക് മാറ്റി നോക്കാം. അപ്പൊ നമ്മൾ ഇത് ഡിസ്കസ് ചെയ്തത് യൂണിറ്റ്സ് ആണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡയമെൻഷൻസ് ആണ്. അപ്പൊ ഫസ്റ്റ് എടുത്ത് നോക്കാം. മാസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കിലോഗ്രാം ആണ്. കിലോഗ്രാം എന്തായിട്ട് മാറണം? കിലോഗ്രാം എം ആയിട്ട് മാറണം. കെ ജി ഗോസ് ടു എം. അപ്പൊ മാസിന്റെ ഡയമെൻഷൻ കിട്ടി എം. അടുത്ത് ലെങ്ത് ആണ്. അപ്പൊ ലെങ്ത് മീറ്റർ ആണ്. മീറ്റർ എന്താണെന്ന് പറഞ്ഞ എല്ലാം ആണ്. അപ്പൊ മാസിന്റെ ഡയമെൻഷൻ എം ആണ്, ലെങ്ത്തിന്റെ എൽ ആണ്. നെക്സ്റ്റ് വൺ ടൈം സെക്കൻഡ് ആണ്. എസ് ഗോസ് ടു എന്താ? ടി ആണ്. അപ്പൊ മൂന്നെണ്ണം കിട്ടിക്കഴിഞ്ഞു. മാസ് ഡയമെൻഷൻ എം ആണ്, ലെങ്ത് ഡയമെൻഷൻ എൽ ആണ്, ടൈം ഡയമെൻഷൻ ടി ആണ്. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് ഏരിയ. എന്താ ഏരിയ യൂണിറ്റ്? മീറ്റർ സ്ക്വയർ. എം എന്താണെന്ന് പറഞ്ഞ എൽ ആണ്. സോ വാട്ട് ഇസ് ദി ഡയമെൻഷൻ ഓഫ് ഏരിയ? സിമ്പിൾ, എൽ സ്ക്വയർ. അപ്പോ ഏരിയയുടെ ഡയമെൻഷൻ എൽ സ്ക്വയർ ആണ്. നെക്സ്റ്റ് വോളിയം, മീറ്റർ ക്യൂബ്. മീറ്റർ ക്യൂബ് ആണല്ലോ. അപ്പൊ എം എന്തായി? എമ്മിന് എന്താക്കിയാൽ മതി? എൽ ആക്കിയാൽ മതി. അപ്പൊ എൽ ആക്കിയാൽ എന്ത് കിട്ടി? എൽ ക്യൂബ്. സോ ഡയമെൻഷൻ ഓഫ് വോളിയം എൽ ക്യൂബ്. നെക്സ്റ്റ് മാസ് ഡെൻസിറ്റി. മാസ് ഡെൻസിറ്റി നമുക്കറിയാം കിലോഗ്രാം മീറ്റർ റേസ് ടു മൈനസ് 3 ആണ്. കിലോഗ്രാം മാറി എന്താണ്? എം ആവണം. അതുപോലെ തന്നെ എന്താണ്? മീറ്റർ റേസ് ടു മൈനസ് 3 മാറിയിട്ട് എൽ റേസ് ടു മൈനസ് 3 ആണോ? അപ്പൊ മാസ് ഡെൻസിറ്റിയുടെ ഡയമെൻഷൻ എന്തായി? എം എൽ റേസ് ടു മൈനസ് 3. സോ ഡയമെൻഷൻ ഓഫ് ഡെൻസിറ്റീസ്, മാസ് ഡെൻസിറ്റീസ് എം എൽ റേസ് ടു മൈനസ് 3. ഇത് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ചില സ്കൂൾസിൽ ചിലരിങ്ങനെ പഠിക്കാറുണ്ട് മാസ് എന്ന് പറഞ്ഞാൽ എം എൽ 0 ടി 0. അതിനകത്ത് എല്ലും ഇല്ല ടിയും ഇല്ല. അപ്പൊ അങ്ങനെ ടെക്സ്റ്റിൽ അങ്ങനെ തന്നെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ എം എൽ 0 ടി 0 എന്ന് പറഞ്ഞാൽ എം തന്നെ അർത്ഥം, അല്ലെങ്കിൽ എം എന്ന് മാത്രം എഴുതിയാലും ശരിയാണ്. ഇനി M1 എന്ന് എഴുതിയാലും ശരിയാണ്. ഇനി M1 L0 T0 എന്ന് എഴുതിയാലും ശരിയാണ്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചൂസ് ചെയ്യാം. നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് ചെയ്തോളൂ. ഞാനിത് കൺഫ്യൂസ്ഡ് ആവാൻ വേണ്ടി ഞാൻ എഴുതുന്നില്ല, അതിന് മാത്രം എഴുതും. അപ്പൊ എൽ നമുക്ക് എങ്ങനെ എഴുതാം? M0 L T0. അതിനർത്ഥം എം ഇല്ല, അല്ലെങ്കിൽ നമുക്ക് M0 എന്ന് പറഞ്ഞാൽ പാടല്ല അർത്ഥം. അപ്പൊ അവിടെ എന്ത് മാത്രം എൽ മാത്രമേ ഉള്ളൂ. അപ്പൊ M0 L T0. എല്ലിന് എങ്ങനെ എഴുതാൻ പറ്റും? M0 L1 T0. അത് അങ്ങനെ എഴുതിയാലും എൽ എഴുതിയാലും നമുക്ക് എന്താണ്? സെയിം ആണ്. അപ്പൊ അതേപോലെ മാസ് ഡെൻസിറ്റി കളി. നെക്സ്റ്റ് വൺ സ്പീഡ് വെലോസിറ്റി ഒരുമിച്ച് നോക്കാം. കാരണം രണ്ടിന്റെയും മീറ്റർ പെർ സെക്കൻഡ് ആണ്. ദാറ്റ് ഈസ് m s raised to minus 1. അപ്പൊ m മാറി l ആവണം, സെക്കൻഡ് മാറി t ആവണം. അപ്പൊ l t raised to minus 1. സോ ഡയമെൻഷൻ ഈസ് l t raised to minus 1. സ്പീഡിന്റെയും ഡയമെൻഷൻ, സ്പീഡിന്റെയും വെലോസിറ്റിന്റെയും ഡയമെൻഷൻ l t raised to minus 1. അത് എങ്ങനെയും പറയാം നമുക്ക്? m0 l t raised to minus 1 പറഞ്ഞാലും ശരിയാണ്, m0 l1 t raised to minus 1 പറഞ്ഞാലും ശരിയാണ്, ഇനി ചുമ്മാ l1 t raised to minus 1 പറഞ്ഞാലും ശരിയാണ്, l t raised to minus 1 പറഞ്ഞാലും ശരിയാണ്. സ്പീഡ് കഴിഞ്ഞ് വെലോസിറ്റി കഴിഞ്ഞു. നെക്സ്റ്റ് ആക്സലറേഷൻ m s raised to minus 2 ആണ്. അപ്പൊ m l ആയി, s t ആയി. അപ്പൊ l t raised to minus 2. സോ ഡയമെൻഷൻ ഓഫ് ആക്സലറേഷൻ l t raised to minus 2. ഒരു കാര്യം മനസ്സിലാക്കണം, ആക്സലറേഷൻ ടു ഗ്രാവിറ്റി ആണെങ്കിലും l t raised to minus 2 തന്നെയാണ്. ആക്സലറേഷൻ ടു ഇലക്ട്രോൺ ആണെങ്കിലും l t raised to minus 2 ആണ്. ബട്ട് ആംഗുലർ ആക്സലറേഷൻ അല്ല, അത് എനർജിയുടെ ഡയമെൻഷൻ ആണ്. അത് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓക്കെ. അപ്പൊ ആക്സലറേഷൻ ഓക്കെ. ഫോഴ്സ് എന്ന് പറയാൻ കിലോഗ്രാം മീറ്റർ സെക്കൻഡ് raised to minus 2 ആണ്. കിലോഗ്രാം m ആയി, മീറ്റർ l ആയി, സെക്കൻഡ് t കൊടുത്താൽ m l t raised to minus 2. So dimension of force m l t raised to minus 2. Next momentum. അപ്പോൾ കിലോഗ്രാം മീറ്റർ സെക്കൻഡ് raised to minus 1 ആണ്. m l t raised to minus 1. kg നെ m ആക്കി, m നെ l ആക്കി, s നെ t ആക്കി. അപ്പോൾ മൊമെന്റത്തിന്റെ m l t raised to minus 1. അതേപോലെ തന്നെ ഇമ്പൾസും സെയിം ആണ്, m l t raised to minus 1. ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസ് വരും, two physical quantities have same dimensions. അപ്പോൾ നമുക്കറിയാം ഡിസ്കസ് ചെയ്ത് വെലോസിറ്റി സ്പീഡ് ഒരേ ഡയമെൻഷൻസ് ആണ്, മൊമെന്റം ഇമ്പൾസ് ഒരേ ഡയമെൻഷൻസ് ആണ്. ഇനി അത് വർക്കും എനർജി വരുന്നുണ്ട് ഡയമെൻഷൻസിൽ. നെക്സ്റ്റ് വൺ വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കിലോഗ്രാം
meter square second raised to minus 2. അപ്പോൾ എന്തായി ml square t raised to minus 2. So dimension of work ml square t raised to minus 2. തൊട്ടി എനർജി ഉണ്ട്, അതും ഒരേപോലെയാണ്. അപ്പോൾ എനർജിന്റെയും വർക്കിന്റെയും ഡയമെൻഷൻ ml square t raised to minus 2. പവർ കിലോഗ്രാം മീറ്റർ സ്ക്വയർ സെക്കൻഡ് റേസ് ടു മൈനസ് 3 ആണ്. അപ്പോൾ പവർ എന്ത് വരും ml square t raised to minus 3. ഓർമ്മ മൈനസ് 3 പവർ ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ പവറിന് കിട്ടി ml square t raised to minus 3. ഇനി അടുത്ത പ്രഷർ ഫോഴ്സ് ബൈ ഏരിയ. പ്രഷർ കിലോഗ്രാം മീറ്റർ റേസ് ടു മൈനസ് 1 സെക്കൻഡ് റേസ് ടു മൈനസ് 2. അപ്പോൾ എന്തായി ml raised to minus 1 t raised to minus 2. ml raised to minus 1 t raised to minus 2 ആണ് പ്രഷർ. ഇനി ലാസ്റ്റ് വൺ ഫ്രീക്വൻസി, ദാറ്റ് ഈസ് t raised to minus 1. ഈ 16 ഡയമെൻഷൻസ് പഠിച്ചപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് വരുന്നതിന് മുന്നേ ഈ ഡയമെൻഷൻസ് മുഴുവൻ ബൈഹാർട്ട് ചെയ്യണം. എങ്ങനെ ബൈഹാർട്ട് ചെയ്യണം? പ്രഷർ എന്ന് വെച്ചാൽ ആലോചിക്കരുത്, എനർജി ആക്ച്വലി ആലോചിക്കാൻ നിൽക്കരുത്. എനർജി ml square t raised to minus 2, മൊമെന്റം ml t raised to minus 1, വെലോസിറ്റി l t raised to minus 1, ആക്സലറേഷൻ l t raised to minus 2. ഇങ്ങനെ കിട്ടണം. ഇങ്ങനെ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി എന്താ ചെയ്യേണ്ടത്? ഇത്രയും ഡയമെൻഷൻസ് പഠിച്ചു കഴിഞ്ഞു. ഇനി ചെയ്യേണ്ട കാര്യം, ഒരു പുതിയ ഫിസിക്കൽ ക്വാണ്ടിറ്റി എപ്പോഴാണ് പഠിക്കുന്നത് അപ്പൊ തന്നെ ഡയമെൻഷൻസ് പഠിച്ചു വയ്ക്കുക. എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റിക്കും യൂണിറ്റ് ഡയമെൻഷൻ ഉണ്ടാവുന്ന നിർബന്ധമില്ല, മനസ്സിലാക്കണം. അതായത് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ സപ്ലിമെന്ററി യൂണിറ്റ് 2 പറഞ്ഞു, അതിന് യൂണിറ്റ് ഉണ്ട്, ഡയമെൻഷൻസ് ഇല്ല. അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം, ഫിസിക്കൽ ക്വാണ്ടിറ്റി ഹാവ് യൂണിറ്റ്സ് ബട്ട് നോ ഡയമെൻഷൻ. അപ്പോൾ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഹാവ് യൂണിറ്റ് ബട്ട് നോ ഡയമെൻഷൻസ്. 2 യൂണിറ്റ് നമുക്കറിയാം, സപ്ലിമെന്ററി യൂണിറ്റ്സ് റേഡിയനും സ്റ്റെറിഡിയനും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ അല്ലെങ്കിൽ നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോകുന്നതിന് മുന്നേ ഫണ്ടമെന്റൽ ആയ ഈ 16 ഡയമെൻഷൻസ് പഠിക്കണം. ശ്രദ്ധിക്കണം, 94 ഡയമെൻഷൻ നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ട് എന്നൊരു കാരണം കൊണ്ടാണ് അതിന് വളരെ ചുരുക്കി 16ലേക്ക് എത്തിച്ചത്. അപ്പൊ ഈ 16 പഠിക്കാതെ ഡയമെൻഷൻസ് ചെയ്യാൻ പറ്റില്ല. ഈ 16 കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പഠിക്കുക, എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ ഡയമെൻഷൻസ് പെട്ടെന്ന് മൂവ് ചെയ്യാൻ പറ്റും. ഡയമെൻഷൻസ് നമ്മൾ 3 കാര്യങ്ങൾ ചെയ്യുക: ചെക്ക് ദ കറക്റ്റ്നസ് ഓഫ് ഇക്വേഷൻ ആൻഡ് കൺവേർഷൻ ആൻഡ് ക്രിയേഷൻ. 3 ചെയ്യും. അത് നമ്മൾ കമ്മിങ് വീഡിയോസ് നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. Hope these concepts are very clear to you. If you have any doubts, feel free to ask in comments. Thank you for watching. Thank you.